ഹലോ മക്കളെ, +2 പബ്ലിക് എക്സാമിനേഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ അക്കൗണ്ടൻസി പോകുന്ന സമയത്ത് ഒരുപാട് ഫോർമാറ്റ്, അതായത് അക്കൗണ്ട്സുകളൊക്കെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. അത് അഡ്മിഷൻ ആയിക്കോട്ടെ, റിട്ടയർമെന്റ് ആയിക്കോട്ടെ, ഡിസൊല്യൂഷൻ ആയിക്കോട്ടെ, അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആയിക്കോട്ടെ, റിട്ടയർമെന്റ് ബോണസ് ക്യാപിറ്റൽ അക്കൗണ്ട് ആയിക്കോട്ടെ, റിയലൈസേഷൻ അക്കൗണ്ട് ആയിക്കോട്ടെ, ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും അല്ലേ. പക്ഷെ അതിന്റെ ഇടയിൽ നമുക്ക് എക്സാമിനേഷൻ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ജേണൽ എൻട്രി ക്വസ്റ്റ്യൻസ്. അതായത് റൈറ്റ് ദ ജേണൽ എൻട്രീസ് ഫോർ ദ ഫോളോയിങ്. ഒരുപാട് ജേണൽ എൻട്രി നമുക്ക് പഠിക്കേണ്ട അക്കൗണ്ട്സിന്റെ അകത്ത്. അതുകൊണ്ട് എക്സാമിനേഷൻ ചോദിക്കുന്ന ജേണൽ എൻട്രികൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ജേണൽ എൻട്രി ടൈപ്പ് ക്വസ്റ്റ്യൻസ് +2 ഏതൊക്കെയാണ്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രധാനമായിട്ടും ചില ഏരിയകളുണ്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന, ആ ഏരിയ ഡിസ്കസ് ചെയ്യുന്നു. അതുമായി കണക്ട് ചെയ്യുന്ന ബാക്കി കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സിമ്പിൾ ആയിരിക്കും. ഒരു മാർക്ക് പോലും എൻട്രിയിൽ മിസ്സാവില്ല. പല കുട്ടികളും സാറേ ജേണൽ എൻട്രിയിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട്. നമുക്ക് ആദ്യം തന്നെ പഠിക്കാനുള്ളത് ഗുഡ്വില്ലിന്റെ എൻട്രീസ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഗുഡ്വില്ലിന്റെ ജേണൽ എൻട്രി. ഞാൻ അപ്രോപ്രിയേഷൻ എൻട്രീസ് പറയുന്നില്ല, കാരണം ഇൻട്രസ്റ്റ് ക്യാപിറ്റൽ ആയാലും ഇൻട്രസ്റ്റ് ഡ്രോയിങ്സ് ആയാലും സാലറി കമ്മീഷൻ ആയാലും അപ്രോപ്രിയേഷൻ എൻട്രീസ് കുട്ടികൾക്ക് വളരെ സിമ്പിൾ ആണ്. പക്ഷേ ഗുഡ്വില്ലിന്റെ ട്രീറ്റ്മെന്റ് വരുമ്പോൾ എക്സാമിനേഷൻ കുട്ടികൾ കൺഫ്യൂഷൻ അടിക്കാറുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ ഇത്. സോ ഈ ക്വസ്റ്റ്യൻ മാത്രം വർക്ക്ഔട്ട് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് കിട്ടും. നോക്കിക്കണം, അഫ്നാസ് ആൻഡ് സക്കറിയ ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2 ആണ്. ഉല്ലാസ് എന്ന് പറയുന്ന ആൾ അഡ്മിറ്റ് ചെയ്യുന്നു. ഉല്ലാസ് ആണ് ഫേമിലേക്ക് വരുന്നത്. 1/4 ഷെയർ ആണ്. ഹി ഷുഡ് ബ്രിങ് 50,000 അല്ലേ, 50,000 ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഫേംസ് ഗുഡ്വിൽ വാല്യൂഡ് അറ്റ് ₹80,000. ഫേമിന്റെ ഗുഡ്വിൽ ആണ് ₹80,000 വാല്യൂ ചെയ്തിരിക്കുന്നത് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. ഗിവ് നെസസറി ജേണൽ എൻട്രീസ്. കണ്ടോ, ജേണൽ എൻട്രീസ് ആണ് 50% ഓഫ് ദ ഗുഡ്വിൽ വിഡ്രോൺ ബൈ ദ ഓൾഡ് പാർട്ട്നേഴ്സ്. അപ്പം ഈ ക്വസ്റ്റ്യൻ സാർ ഉൾപ്പെടുത്തിയത് ഗുഡ്വിൽ വിഡ്രോ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ്വിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഗുഡ്വിൽ പെയ്ഡ് പ്രൈവറ്റ്ലി ഉണ്ട്, റീറ്റെയിൻഡ് ദ ബിസിനസ് ഉണ്ട്, ഗുഡ്വിൽ വിഡ്രോൺ ഉണ്ട്, അതുപോലെ തന്നെ ബ്രോട്ട് ഇൻ കൈൻഡ് ഉണ്ട്, നോട്ട് ഇൻ എ പൊസിഷൻ ഉണ്ട്, പാർട്ട് ഓഫ് ദ പ്രീമിയം ഉണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായതൊക്കെ വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിഡ്രോവൽ ആണ്. വിഡ്രോവൽ 3 എൻട്രീസ് വരും. ഒന്ന്, ഗുഡ്വില്ലിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ ക്യാപിറ്റലിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ ആ ക്യാഷ് വരുന്നത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. അത് പ്രീമിയം പിന്നെ പാർട്ട്നേഴ്സ് ക്യാപിറ്റലിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നീട് വിഡ്രോവൽ ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് കാണിക്കുക. ഇത്ര മാത്രമേ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഗുഡ്വിൽ ഓഫ് ദ ഫേം ആണ് 80,000. അങ്ങനെയാണെങ്കിൽ ഉല്ലാസിന്റെ ഷെയർ 1/4 ആണ്. അപ്പൊ 20,000 ആണ് വരിക അല്ലേ. അപ്പൊ 20,000 ആണ് പ്രീമിയം എമൗണ്ട് വരാൻ പോകുന്നത്. സോ എൻട്രീസിലേക്ക് പോവുകയാണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ കണ്ടോ, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 70,000. കാരണം 50,000 ക്യാപിറ്റലും 20,000 പ്രീമിയം, 70,000 നമുക്ക് വന്നിട്ടുണ്ട്. സാർ റെക്കോർഡ് ചെയ്ത് കാണിക്കുകയാണ്. ഇനി ആ 20,000 നമ്മൾ ഇങ്ങ് എടുക്കുന്നു. 20,000 റുപ്പീസിനെ അഫ്നാസിന്റെയും സക്കറിയും അല്ലെ, അവരാണ് ഓൾഡ് പാർട്ട്നേഴ്സ്. ഓൾഡ് പാർട്ട്നേഴ്സിന് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുക. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് സാക്രിഫൈസിന്റെ റേഷ്യോയിലാണ്. ഇവിടെ ന്യൂ റേഷ്യോ തരാത്തതുകൊണ്ട് 3:2 തന്നെയാണ് വരിക. 3:2 നമ്മൾ എന്ത് ചെയ്യുന്നു, 12ഉം 8ഉം വെച്ച് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുന്നു. പക്ഷെ ഇവിടെ വിഡ്രോൾ നടക്കുന്നു. ഇവിടം വരെ പഠിച്ചു കഴിഞ്ഞാൽ റീറ്റെയിൻഡ് ഇൻ ദ ബിസിനസ് ആയി. അതായത് ഈ ക്വസ്റ്റ്യനകത്ത് ഗുഡ്വിൽ വിഡ്രോവൽ ഇല്ലെങ്കിൽ റീറ്റെയിൻ ദ ബിസിനസ് ആയി. ഓക്കെ, അപ്പൊ ഇനി വിഡ്രോവൽ നടക്കുമ്പോൾ ആ വിഡ്രോവൽ ഫുൾ എമൗണ്ടും എടുക്കാം, അതുപോലെ തന്നെ പോർഷൻ എടുക്കാം. ആ പോർഷൻ അധികം 50% വരിക. അപ്പൊ ടോട്ടൽ പ്രീമിയം എത്രയാ, 20,000 അല്ലേ. 20,000 പ്രീമിയത്തിന്റെ പകുതി എത്രയാ, 10,000. അപ്പൊ ക്യാഷിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എത്ര, 20,000. അപ്പൊ 10,000 വിഡ്രോ ചെയ്യാൻ പോവാണ്, ക്യാഷ് കുറയും. ഇനി അവന്റെ 12,000 പകുതിയായ 6,000 അഫ്നാസ് എടുക്കും, 8,000 പകുതിയായ 4,000 എടുക്കും, സക്രി എടുക്കും. അപ്പം പ്രീമിയം വന്നു, അല്ലെങ്കിൽ ക്യാപിറ്റലും പ്രീമിയം വന്നു, അത് ഓൾഡ് പാർട്ട്നേഴ്സിന് ക്രെഡിറ്റ് ചെയ്ത് കൊടുത്തു. ദെൻ വിഡ്രോ ചെയ്യുന്ന സമയത്ത് ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുക. ഇങ്ങനെ, അല്ലെങ്കിൽ ഓൾഡ് പാർട്ട്നേഴ്സിനെ ഡെബിറ്റ് ചെയ്യുക. അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. ഇനി അസറ്റ് ആണെങ്കിൽ അസറ്റ് റെക്കോർഡ് ചെയ്യുക. ഇനി പോർഷൻ ഓഫ് ഗുഡ്വിൽ ആണെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ നിന്ന് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഗുഡ്വിൽ അഡ്ജസ്റ്റ് ചെയ്യണം. നോട്ടിന്റെ പോർഷൻ ആണെങ്കിൽ മുഴുവൻ ക്യാപിറ്റൽ എമൗണ്ട് എടുത്തിട്ട് ഗുഡ്വിൽ എമൗണ്ട് മൊത്തം കണ്ടുപിടിക്കണം അല്ലെ, ഗുഡ്വിൽ എമൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇതൊക്കെയാണ് ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ്വിലിന്റെ അകത്തുനിന്ന് തീർച്ചയായും നിങ്ങൾക്ക് എന്ത് വരാൻ സാധ്യതയുണ്ട്, ഒരു എൻട്രി ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ്, ലോസ് അല്ലെങ്കിൽ റിസർവ്. ഇത് അഡ്മിഷന്റെ സമയത്തും വരാം, അതുപോലെ തന്നെ റിട്ടയർമെന്റ് സമയത്തും വരാം. ചെറിയ മാറ്റം മാത്രമേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ, M, N and O are partners. M decide to retire. ആരാ പോകുന്നത്, ഒന്നാമത്തെ ആള് M റിട്ടയർ ചെയ്യാൻ പോവുകയാണ്. M റിട്ടയർ ചെയ്യാൻ പോകുന്ന സമയത്ത് അയാളുടെ ബാലൻസ് ഷീറ്റ് കാണുന്നത് എങ്ങനെയാണ്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ്. ഡെബിറ്റ് ബാലൻസ് പറഞ്ഞാൽ അക്യുമുലേറ്റഡ് ലോസ് ആണ്. ലോസ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ഇനി ജനറൽ റിസർവ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ഇവിടെ പഠിക്കേണ്ട എളുപ്പ വഴി, ഇവിടെ റിട്ടയർമെന്റ് ആയതുകൊണ്ട്, അതായത് റിസർവ് ആണെങ്കിൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ഓൾ പാർട്ട്നേഴ്സ്, എല്ലാവരും ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുക. പ്രോഫിറ്റ് ലോസ് ആണെങ്കിൽ ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ലോസ്. ഇനി അടുത്ത ടൈം അഡ്മിഷൻ ആണെങ്കിൽ പുതിയ പാർട്ട്ണർ കാണിക്കാതെ ഓൾഡ് പാർട്ട്നേഴ്സ് മാത്രം, ഓൾ എന്നുള്ളടത്ത് ഓൾഡ്. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, അക്യുമുലേറ്റഡ് ലോസ് ആയതുകൊണ്ട് നമ്മൾ 12 അല്ലെ,
അത് ഇവിടെ പാർട്ണർഷിപ്പ് അവർ ഡിസൈഡ് റേഷ്യോ പറയാത്തതുകൊണ്ട് അവർ ഈക്വൽ പാർട്ണേഴ്സ് പറഞ്ഞിട്ടുണ്ട്, ഈക്വൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് 4 ഡെബിറ്റ് ചെയ്യുന്നു. റിസർവ് 48 ആണ്, ഈക്വലി 16 ക്രെഡിറ്റ് ചെയ്യുന്നു. കഴിഞ്ഞു. അപ്പം അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ലോസ് റിസർവ്. പ്രോഫിറ്റ് അധികം ചോദിക്കാറില്ല, കാരണം ഒരു ഓപ്പോസിറ്റ് എൻട്രി വരേണ്ടത് കൊണ്ട് അല്ലേ. റിസർവ് ഉള്ള സമയത്ത് നമ്മൾ അതേപോലെ തന്നെ പ്രോഫിറ്റ് കാണിച്ചു കഴിഞ്ഞാൽ ഒറ്റ എൻട്രി ക്ലോസ് ചെയ്യാൻ പറ്റും. റിസർവ് അക്കൗണ്ട് അറ്റ് പ്രോഫിറ്റ് അക്കൗണ്ട് അറ്റ് ടു ഓൾ പാർട്ട്നേഴ്സ് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു റിസർവ് ആണെങ്കിൽ അപ്പുറത്ത് ലോസ് ആയിരിക്കും എന്നുള്ളതാണ് സാധാരണ ക്വസ്റ്റിന്റെ പാറ്റേൺ. അപ്പോൾ ആ ഒരു എൻട്രീസ് നമുക്ക് പ്രതീക്ഷിക്കുക അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ആൻഡ് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ റെക്കോർഡിംഗ് വാല്യൂ ഓഫ് ഫർണിച്ചർ അല്ലെ, അതായത് ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഫർണിച്ചർ. തീർച്ചയായും റീവാലുവേഷൻ അക്കൗണ്ട് അകത്ത് എൻട്രീസ് വരുന്നുണ്ട്. ആ എൻട്രീസ് അസറ്റ് ഇൻക്രീസ് ആയതായിരിക്കാം, അസറ്റ് ഡിക്രീസ് ആയതായിരിക്കാം, ലയബിലിറ്റി ഇൻക്രീസ് ആയിരിക്കാം, ലയബിലിറ്റി ഡിക്രീസ് ആയിരിക്കാം, അൺറെക്കോർഡ് അസറ്റ് ആയിരിക്കാം, അൺറെക്കോർഡ് ലയബിലിറ്റി ആയിരിക്കാം. അപ്പൊ ഇതൊക്കെ വരികയാണെങ്കിൽ അസറ്റ് ഇൻക്രീസ് ആണെങ്കിൽ ഫർണിച്ചർ അക്കൗണ്ട് റീവാലുവേഷൻ അല്ലേ, ഇവിടെ ഫർണിച്ചർ ഇൻക്രീസ് ആയത് അസറ്റ് ഇൻക്രീസ് ആകുമ്പോൾ അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം, അസറ്റ് അക്കൗണ്ട് റീവാലുവേഷൻ. ഇനി അസറ്റ് ഡിക്രീസ് ആണെങ്കിൽ റീവാലുവേഷൻ അക്കൗണ്ട് ടു അസറ്റ് എന്നാണ് വരിക. ലയബിലിറ്റി ഇൻക്രീസ് ആണെങ്കിൽ റീവാലുവേഷൻ അക്കൗണ്ട് ടു ലയബിലിറ്റി ആണ്, ലയബിലിറ്റി ഡിക്രീസ് ആണെങ്കിൽ ലയബിലിറ്റി അക്കൗണ്ട് റീവാലുവേഷൻ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് റീവാലുവേഷൻ എൻട്രീസ്. തീർച്ചയായും റീവാലുവേഷൻ എൻട്രീസ് മക്കൾ നോക്കി വെക്കണം. അടുത്ത എൻട്രി നോക്കിക്കേ, Anil and Manoj are partners sharing profits in the ratio of 3:2:1. Sunil retired and goodwill of the firm valued at rupees 60,000. Treatment of goodwill at the time of retirement only. Goodwill ട്രീറ്റ്മെന്റ് നമ്മൾ അഡ്മിഷൻ നേരത്തെ കാണിച്ചൊരു ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ റിട്ടയർമെന്റ് സമയത്തും നമ്മൾ കോമൺലി പഠിക്കുന്ന ജേണൽ എൻട്രി, റിട്ടയർ ചെയ്യുന്ന ആൾക്ക് എന്ത് ചെയ്യണം, ആ ഗുഡ്വില്ലിന്റെ ഷെയർ ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കണം. ആര്? കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ട്നേഴ്സ്. ചില സമയത്ത് അത് സാക്രിഫൈസിംഗും വരാൻ ഗെയിൻ മാത്രമല്ല സാക്രിഫൈസും വരാൻ സാധ്യതയുണ്ട്. ആക്ച്വലി ശരിക്കും ആക്ച്വൽ ജേണൽ എൻട്രി ഗെയിനി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് റിട്ടയറിംഗ് പാർട്ണർ. ഇവിടെ രണ്ടാക്കും ഗെയിൻ ഉണ്ടാവും. അവ 60,000 ആണ്. റിട്ടയർ ചെയ്യുന്ന ആളുടെ പേര് സുനിലാണ്. സുനിൽ ഷെയർ 2/6 ആണ് വരിക. 2/6 ആണ് 20,000 വരും. ആ 20,000 അവരുടെ ഗെയിൻ റേഷ്യോ കൊടുക്കണം. ഇവിടെ 3:1 ആണ് വരിക. അപ്പൊ 15,000 അനിൽ കൊടുക്കണം, 5,000 മനോജ് കൊടുക്കണം. ആര് കൊടുക്കണം? സുനിൽ കൊടുക്കണം. അപ്പൊ റിട്ടയർമെന്റ് സമയത്തും ഗുഡ് വില്ല് ട്രീറ്റ്മെന്റ് വരാൻ സാധ്യതയുണ്ട്. ഓർമ്മിച്ച് വെക്കുക, കോമൺലി കണ്ടിന്യൂ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു റിട്ടയറിംഗ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ. ചില സമയങ്ങളിൽ അത് ഗെയിനി പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു റിട്ടയറിംഗും സാക്രിഫൈസിംഗ് പാർട്ണറൊക്കെ വരാറുണ്ട് കേട്ടോ, ശ്രദ്ധിക്കണം. അപ്പൊ ഇത്രയുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഡിസൊല്യൂഷൻ. ഒരു ജേണൽ എൻട്രിയുടെ ഒരു ഏരിയ തന്നെയാണ് ഡിസൊല്യൂഷൻ എന്ന് പറയുന്ന ജേണൽ എൻട്രി നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. കാരണം അവിടെ എന്തായാലും റിയലൈസേഷൻ അക്കൗണ്ട് കണക്ട് ചെയ്താണ് ജേണൽ എൻട്രി വരാറ്. സോ ഇവിടെ ജേണൽ എൻട്രി വന്നിരിക്കുന്നത് ഇവിടെ റിയലൈസേഷൻ എക്സ്പെൻസിന്റെ ഒരു ഡിഫറെന്റ് കാറ്റഗറീസ് ആണ്, അല്ലെങ്കിൽ രണ്ട് സിറ്റുവേഷൻ ആണ്. ഒന്ന് ഫേം കൊടുക്കുന്നു, പെയ്ഡ് ബൈ ദ ഫേം. രണ്ടാമത് പാർട്ട്ണർ കൊടുക്കുന്നു, ലീല എന്ന് പറയുന്ന പാർട്ട്ണർ കൊടുക്കുന്നു. ഫേം ആണ് കൊടുക്കുന്നെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ട് ടു ബാങ്ക്. ഇനി പാർട്ട്ണർ ആണ് കൊടുക്കുന്നെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ട് ടു ലീലാസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇങ്ങനെ റിയലൈസേഷൻ കണക്ട് ചെയ്ത എൻട്രീസോ, അസറ്റ് ക്ലോസ് ചെയ്യുന്ന എൻട്രീസോ, ലയബിലിറ്റി ക്ലോസ് ചെയ്യുന്ന എൻട്രീസോ ചോദിക്കാറില്ല. അസറ്റ് റിയലൈസ് ചെയ്യുന്ന എൻട്രി, ലയബിലിറ്റി പെയ്ഡ് ഓഫ് ചെയ്യുന്ന എൻട്രി, റിയലൈസേഷൻ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്ന എൻട്രി, അല്ലെങ്കിൽ അസറ്റ് ടേക്കൺ ബൈ ദ പാർട്ട്ണർ ആവാം, അല്ലെങ്കിൽ ലയബിലിറ്റി പെയ്ഡ് ബൈ ദ പാർട്ട്ണർ ആവാം. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഇത്തരത്തിലുള്ള എൻട്രീസ് ആണ് റിയലൈസേഷൻ കൊണ്ട് കണക്ട് ചെയ്ത് ഡിസൊല്യൂഷൻ ചോദിക്കാറ്. അപ്പം ഇത്തരത്തിലുള്ള എൻട്രീസ് പഠിച്ചുകൊണ്ട് എക്സാമിനേഷന്റെ ജേണൽ എൻട്രി ഭാഗത്ത് നമുക്ക് ഫുൾ മാർക്ക് അടിച്ചെടുക്കണം. സോ ഓൾ ദ ബെസ്റ്റ്.